കേരളത്തിലെ മലയോര മേഖലകളിലും മറ്റു സംവിധാനങ്ങളിലും ഫോറസ്റ്റ് കേസുകളിൽ അകപ്പെട്ടു പോകുന്ന പാവങ്ങൾ അനുഭവിക്കുന്ന വിഷമം കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിസഭയ്ക്കോ മന്ത്രിക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ വേട്ടയാടൽ നടത്തുന്നത് ഈ ഇപ്പോൾ പറയുന്നത് വനം വകുപ്പാണെന്നുള്ളതാണ്. പാവങ്ങളെയാണ് വേട്ടയാടപ്പെടുന്നത്. നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ പറഞ്ഞ NDPS ആക്ടിൻ്റെ അകത്ത് 1.5 ഗ്രാം കഞ്ചാവിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ജാമ്യത്തിൽ ഇറങ്ങി പോകുമ്പോൾ എന്നൊന്ന് നോക്കുമ്പോൾ ഇവനെ ജാമ്യമില്ലാ കേസിൽ കൊടുക്കാൻ പറ്റുന്ന സംവിധാനം അന്വേഷിക്കുന്ന വീട്ടിലേക്ക് അന്വേഷിക്കുകയാണ് ഇവനെ ഏതിൽ പെടുത്താം. അപ്പോൾ അവ കാണുന്നത് ആ ഒരു മഴുവാണ്. അപ്പോൾ പറയുകയാണ് ഇതെന്താ അത് കൊടൂരമായ സംവിധാനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആയുധമാണെന്ന് മാരായുധം പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലൊന്ന് പോയി തപ്പിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് മാരകായുധമാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ തുടങ്ങിയാൽ എന്താ? അത് എടുക്കാതിരുന്നതെന്ന് പറയുന്നത് എടുക്കാതിരിക്കാൻ പേടിച്ചിട്ടല്ല, എടുത്തേനെ. പക്ഷേ എന്താണ്, അതും ഓൺലൈനിൽ വാങ്ങിയതാണെന്ന് ഇവർക്ക് തെളിഞ്ഞു പോയി. വളരെ സാധാരണമായി ഈ ഷോയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വാങ്ങിയ സംവിധാനമാണെന്ന് തെളിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ പേരിൽ കേസെടുത്തില്ല. അപ്പോഴാണ് ഫോറസ്റ്റുകാരെ കൊണ്ട് എന്നിട്ട് എന്താണ് 2 ദിവസം കസ്റ്റഡി. ഇന്ന് ഞാൻ കേരളത്തിലെ നീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതും നീതി ഇല്ലാതായിട്ടില്ല എന്ന് പറയുന്നതിനും കാരണം കേരളത്തിലെ കോടതിക്ക് അത് മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ കോടതി എന്നാലും തിരിഞ്ഞു പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഈ പാവപ്പെട്ട പയ്യൻ ഇന്ന് ജയിലിലാണ് അല്ലേ? എന്ത് കാരണം പറഞ്ഞ് ജയിലിൽ പോകും? ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ, അത് ബ്രാൻഡായി പോയി.